ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നൊക്കെയാണ്. ഇപ്പോൾ ഒന്നും വീഡിയോ ഇടയില്ല കേട്ടോ. കുറേ ദിവസം കഴിയുമ്പോഴാണ് ഇപ്പോൾ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഷോർട്ട് വീഡിയോ ഇടുന്നല്ലാതെ ലോങ് വീഡിയോ ഇപ്പോൾ ഇടലേ ഇല്ല. അപ്പോൾ വായക്കാട് അന്ന് വന്നതാണ്, സൽക്കാരത്തിന് വന്നതാട്ടോ. പിന്നെ പോയിട്ടില്ല, അവിടെ തന്നെയാണ്. അപ്പം ഇന്ന് ഞങ്ങളെ ഇളച്ചൻ പോവുക കേട്ടോ. അവന് പോകാനായി. അപ്പോൾ അവൻ്റെ ലീവൊക്കെ കഴിഞ്ഞ് അവൻ പോവുകയാണ്. അപ്പോൾ പോകുന്ന പ്രമാണിച്ച് ഇന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ബീഫൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിന് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കണം തുടങ്ങിയില്ല കേട്ടോ. അപ്പോൾ കുളി നാനി അടിച്ചിൽ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ ബിരിയാണി വെക്കണം എന്നൊക്കെ അങ്ങനെയല്ലേ, ഇപ്പോൾ കഴിഞ്ഞിട്ടല്ലേ തുടങ്ങല്. ചിന്നു കേട്ടോ അവിടെ ഇരിക്കണം. ചിന്നുവിനോടാണ് പറയുന്നത്. ചിന്നു തട്ടിട്ടിട്ടില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. എന്താ എല്ലാവരും വിശേഷമൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, സുഖം. അപ്പോൾ കുട്ടികളൊന്നും ആരും ഇല്ല കേട്ടോ. അതിന് നഴ്സറി പോകാൻ തുടങ്ങി, പറഞ്ഞില്ലല്ലേ. അതിനു അംഗനവാടി പോകാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നാത്തൂൻ്റെ മോനും അതിന് ഓലൊക്കെ അംഗനവാടി പോയിന്. ഐസമ്മോള് കൊണ്ടാക്കാനും പോയിന്. അപ്പോൾ പെരയിൽ ആരുമില്ല, ഞാനും ചിന്നന്നെ ഉള്ളു കേട്ടോ. പിന്നെന്താ പറയണ്ടല്ല, കുറേ ആയല്ലോ വീഡിയോ എടുത്തിട്ട്. കുറേ കഴിഞ്ഞ് വീഡിയോ എടുക്കുമ്പോൾ ഒരു ചെമ്മലാട്ടോ. എന്താ പറയണ്ടേന്നൊന്നും ഒരു ഇത് കിട്ടൂല. എന്നും ഇങ്ങനെ എടുക്കുമ്പോൾ കുഴപ്പമില്ലല്ലേ, എന്നും എടുക്കുമ്പോൾ പ്രശ്നമല്ല. അതിനെ കുറേ കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ എന്തൊക്കെയോ ഒരു തകരാറാട്ടോ. അപ്പോൾ ആരുമില്ല പേരിൽ, ഞങ്ങൾ തന്നെ ഉള്ളൂ. അപ്പോൾ ബിരിയാണിക്കുള്ള എല്ലാ സാധനങ്ങളൊന്നും എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചിന്നു കുറച്ച് ഉള്ളിൽ കയറ്റിങ്ങനെ ഇരിക്കുന്നുണ്ട്, ബാക്കിയൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ എത്തിയിട്ട് തുടങ്ങാം. അപ്പോത്തിന് ഞങ്ങളെ പരിപാടികളൊക്കെ കഴിച്ചതാട്ടോ. അപ്പം ഇനിയൊക്കെ എത്തിയിട്ട് വേണം ഉണ്ടാക്കാനൊക്കെ തുടങ്ങാൻ. പിന്നെ ഇപ്പോൾ തിരക്കിന് ആരും ഇല്ല, ആണുങ്ങളൊക്കെ പണിക്കും പോയിന്നില്ലേ, ആരും ഇല്ല കേട്ടോ. ഞങ്ങൾ പോകുന്നത് രാത്രിയാണ്. അപ്പം പിന്നെ ആക്കം പോലെ ഉണ്ടാക്കിയാലും ഞങ്ങൾ ചോറൊക്കെ രാവിലെ വെച്ചില്ലേ, വെറും ചോറൊക്കെ പോണതന്നെ ഞങ്ങൾ നേരെ കൊളുത്താരായിട്ട് അറിയണ ചോറ് വെച്ചാരെ. അപ്പോൾ വേഗം ചോറ് വല്ലോ വേവിക്കാതെ ഊറ്റി വെച്ചേക്കാട്ടോ. നാളെ പിന്നെ അതിനെ തിളപ്പിച്ചൂറ്റി തിന്നാ വിചാരിച്ചിട്ട് അതാണ് ഊറ്റി വെച്ചത്. എന്നിട്ടാണ് ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ സാധനങ്ങളൊന്നും എത്തിയിട്ടും ഇല്ല. അപ്പോൾ ഇങ്ങനെ കാത്തിക്കാണ് ഞങ്ങൾ. എപ്പോഴാണ് ബിരിയാണി ആയി തിന്നണമെന്നൊന്നും അറിയില്ല. പിന്നെ കുട്ടികളും ഇല്ലല്ലോ, കുട്ടികളൊക്കെ തന്നെ അംഗനവാടിയിലും പോയി. ഓല് വരാൻ 3 മണിയാവും കേട്ടോ. 3 മണി കഴിയും, എന്നിട്ട് ഓല് വരിക. അപ്പോൾ അതിനും അംഗനവാടി പോകൽ തുടങ്ങിയതിന് നമ്മൾ ഐസമ്മൂനി ആക്കണം. ഐസമ്മൂനി ഇനി കുറച്ചും കൂടി കഴിയട്ടെ വിചാരിച്ച് നോക്ക്. 3 കഴിഞ്ഞിട്ട് ആക്കാമെന്ന് കരുതിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ. പിന്നെ ബാക്കിയൊക്കെ ഞങ്ങൾ ബിരിയാണി വെക്കണം. പിന്നെ നമ്മൾ കുറേ കാണിച്ചിരുന്നില്ലേ, കുറേ വീഡിയോയിൽ ഞങ്ങൾ ബിരിയാണി വെക്കണ കുറേ കാണിച്ചു. അപ്പം പിന്നെ റെസിപ്പി ഇത് അങ്ങനെ ഒന്നും ഞങ്ങൾ കാണിച്ചിട്ടൊന്നുമില്ല ഇന്ന് വീഡിയോയിൽ. കാരണം കുറേ വട്ടം ഇങ്ങനെ കാണിച്ചാണല്ലോ. അപ്പോൾ പിന്നെ കാണിച്ചേണ്ടെന്ന് കരുതി. അപ്പോൾ ഞങ്ങളെ കുറച്ച് വിശേഷങ്ങൾ പറയാമെന്നൊക്കെ കരുതിയാണ്ടാണ് ഇന്ന് വീഡിയോ തുടങ്ങിയത്. പിന്നെ പോകുവാണല്ലോ, അപ്പോൾ അതൊക്കെ പറയാമെന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. ഇടയ്ക്കൊക്കെ ഞങ്ങൾ വേണേൽ വീഡിയോ വെക്കണ കാണിക്കാം, പക്ഷേ ഫുള്ളായിട്ട് അങ്ങനെ കാണിക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ. അപ്പോൾ ഒന്ന് പോവുകയാണ്. പിന്നെ വീട് പണി എന്തായി വെച്ചാൽ വാർപ്പൊന്നും മുകൾക്കുള്ള പടവ് കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്താ ലിൻഡൽ വാർപ്പ് കഴിഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ ഇനി വാർക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അല്ലേ, ഇനി എത്ര പണിയുണ്ടല്ലേ. വാർപ്പട് കഴിഞ്ഞിട്ടാണ് വീടിൻ്റെ പണികളൊക്കെ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് 6 മാസമായിട്ടോ. 6 മാസം കൊണ്ടൊക്കെ കയറാന്നൊക്കെ കരുതി പോന്നേനി ഞങ്ങൾ. പക്ഷേ കയറാൻ ഇനി ഇപ്പോഴൊന്നും നടക്കൂല എന്നാണ് തോന്നണത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെയാണ്. പുതുതായിട്ട് കാണുന്നവർക്കൊന്നും അറിയലുണ്ടാവില്ല അല്ലേ. നമ്മൾ നാത്തൂൻ്റെ കൂടെ കേട്ടോ നിൽക്കൽ. പിന്നെ എന്താ ചിന്നുവിന് പുതിയ ഫോണൊക്കെ വാങ്ങിയാണ് കേട്ടോ. അതിനെ തുടച്ച് മിനിക്കണ പണിയാണ് ചിന്നു. അപ്പോൾ എന്താ ചിന്നുവിൻ്റെ പഴയ ഫോണ് കേടന്ന് ഡിസ്പ്ലേ ഒക്കെ കേടന്നിട്ട് കുറച്ചായില്ലേ. പക്ഷെ അതിനങ്ങനെ പഴയ ഫോണിന് കേട്ടോ. അപ്പോൾ അതിനങ്ങ് യൂസ് ചെയ്യലേനി എത്രയോ ആയി നിൽക്കണല്ലേ. അതിൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ വാങ്ങിയല്ലേ. അപ്പോൾ അല്ലേ ഈ ഭാഷ ശരിയാട്ടോ. ഭാഷ പുതിയ വാങ്ങിയപ്പോ ചിന്നുവിന് കൊടുത്തേന്. അപ്പൊ ഇപ്പോഴാണ് പുതിയതൊന്നും കിട്ടിയത്. ഇപ്പൊ പുതിയ ഫോൺ കിട്ടീന് ചിന്നുവിന്. അപ്പൊ പഴയത് കേടന്നതിനോട് പുതിയത് കിട്ടി. പിന്നെന്താ, അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ കഥകള്.
എത്ര പറഞ്ഞ കേട്ടില്ല കേട്ടോ. പിന്നെ ചിന്നൂരെ ഞാൻ തട്ടിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ചിന്നൂരെ തലയിൽ മുണ്ടൊക്കെയാണ്, അതുകൊണ്ടാണ് കാണിച്ചാത്തത്. അപ്പൊ തട്ടിട്ടിട്ട് കൊറേ ആയി ഉണ്ടാവും കണ്ടിട്ടു അല്ലേ? ഇപ്പൊ കൊറേ ആയില്ലേ വീഡിയോയില്? അന്നാ അപ്പൊ വന്ന് ലാസ്റ്റ്. അപ്പൊ നേരം അന്ന് മുഖം കാണിച്ചില്ലല്ലേ? അന്ന് മുഖം എടുത്തില്ല. അന്ന് പിന്നെ ഞങ്ങള് കൊറേ എടുക്കണം കൊറേ എടുക്കണം വിചാരിച്ചു കേട്ടോ സൽക്കാരത്തിന്. പക്ഷെ എടുക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ഞങ്ങള് സാധനമൊക്കെ നിരത്തി, ഓല് വന്നാലെയാണ് സാധനമൊക്കെ നിരത്തിയത്. സാധനമൊക്കെ നിരത്തിയപ്പോത്തിനും എടുത്തൊക്കെ തുടങ്ങിയില്ലേ? എന്നാലും കുറച്ചൊക്കെ അതിന്റെ ഇടയിൽ ഇങ്ങനെ എടുത്തു. പക്ഷെ അന്ന് മുഖമൊന്നും അധികം കാണിച്ചിട്ടൊന്നുമില്ല. അപ്പം അന്നും കാണിച്ചില്ല. അപ്പൊ എന്നോ ചിന്നൂനെ കണ്ട്. അന്ന് നമ്മള് വീട് കാണിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ എടുത്തില്ലേ ഞാൻ പോണതിന്റെ മുന്നേ? നമ്മള് പൂവിൻ്റെയോടെയൊക്കെ പോയി അന്നാണ് ലാസ്റ്റ്. അന്നാട്ടോ ലാസ്റ്റ്. പിന്നെ അതിന്റെ ശേഷം അങ്ങനെ വീഡിയോ എടുത്തിട്ടും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ കൂടെ പോയിട്ടും അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല ഇനി. അപ്പൊ ഇനി കാണിച്ചു തരണ്ട്. പിന്നെ ആരൊക്കെ കമന്റിൽ ഇങ്ങനെ ചോദിക്കും ചിന്നോട്. അപ്പൊ ചിന്നൂരെ കാണിച്ചു തരണ്ട് തട്ടൊക്കെ ഇട്ടിട്ട്. അപ്പൊ ഞങ്ങള് ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കട്ടെ ഇനി വരുമ്പോത്തിന്. അപ്പോൾ ബാക്കി ഞങ്ങൾ വയ്യ അങ്ങനെ കാണിച്ചു തരാം. ചോറൊക്കെ ദമ്മിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പൈനാപ്പിളിനാണ് കണ്ടത്. അപ്പോൾ എന്നാ പിന്നെ ഞാനും ചിന്നു താട്ടോ. അപ്പൊ ഞാനും ചിന്നു സുപ്പു സുറുക്കിയൊക്കെ ആക്കിയിട്ട് തിന്നാട്ടോ. പിന്നെ അങ്ങനെ പിന്നെ നമ്മൾ ചോറ് തിന്നാട്ടോ. നല്ല ബീഫ് ബിരിയാണി, അച്ചാറില്ല കേട്ടോ, തൈരുള്ളൂ. അപ്പൊ ഞാനും ചിന്നു ചോറ് തിന്നാട്ടോ. അപ്പോൾ ബീഫ് ബിരിയാണിയാണ് ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ. ചോറ് കേട്ടോ. അങ്ങനെ പിന്നെ ചോറൊക്കെ തിന്നിരിക്കുമ്പോഴാട്ടോ പിന്നെ തറവാട്ടിലൊന്ന് പോയി. ഞാനവിടെ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. ഇനി ഒരു ചോറ് ഒന്നാ വന്നല്ല. അപ്പോൾ ലൈറ്റൊന്നും ഇടാത്തതിനോട് തന്നെ ലൈറ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് തറവാട്ടിൽ പോയി വന്നിട്ടോ. തറവാട്ടിൽ പോയി വന്നപ്പോൾ പിന്നെ ചായക്കടിക്കൊന്നും കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ പിന്നെ ചായക്കടിക്ക് ബ്രെഡൊക്കെ പൊരിച്ചിട്ടോ. അപ്പോൾ ബ്രെഡൊക്കെ പൊരിച്ച് ഇപ്പൊക്ക് ചായയൊക്കെ കൊടുത്തിട്ടോ. അപ്പോൾ വൈകുന്നേരം അതിന് ബാങ്ക് കൊടുക്കാനായിട്ടോ. അപ്പോഴത്തേനും ചായയൊക്കെ കുടിച്ചപ്പോഴത്തേനും പിന്നെ രാത്രിയപ്പം പിന്നെ ചോറൊക്കെ തിന്നിട്ട് ഓൻ പോവുക കേട്ടോ. അപ്പോൾ ഓൻ പോകണ കുറച്ചൊന്ന് അങ്ങനെ കുട്ടികളെ ഇതാക്കണൊക്കെ കുറച്ചൊന്ന് വീഡിയോ ഇങ്ങനെ എടുത്തതാട്ടോ. അറിയാതെ എടുത്തതാട്ടോ. ക്ലിയറൊന്നും തീരെ ഇല്ല. പിന്നെ രാത്രിയല്ലേ, അപ്പോൾ ക്ലിയറൊന്നും തീരെ ഇല്ല. ഇനി അപ്പം പിന്നെ അധികം ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ മഴയും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോ പിന്നെ അധികം എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഐസമ്മും അയിനൂനോടൊക്കെ അങ്ങനെ പിന്നെ അതാ ഞാനൊരു വീഡിയോ തുടങ്ങിയിട്ട് ഇത് ഫുള്ളാക്കാൻ പറ്റിയില്ല കേട്ടോ. ഫുള്ളാക്കാൻ പറ്റിയില്ല പറഞ്ഞാൽ പിന്നെ അത് ഫുള്ളായില്ല. കാരണം പിന്നെ വീഡിയോ എടുത്തില്ല. അന്ന് പിന്നെ വീഡിയോ എടുക്കാൻ നിന്നപ്പം പിന്നെ ഭയങ്കര മഴയും ഇടിയും മിന്നലും ഒക്കെ ആയപ്പം പിന്നെ അന്ന് വീഡിയോ ഞാൻ ഫോൺ തന്നെ എടുത്തില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും റൂമിൽ പോയി കുത്തിർന്ന് ഫോൺ തന്നെ തൊട്ടിട്ടില്ല. കാരണം ഇടിയും മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഫോൺ തൊട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇന്നലെ എടുക്കാമെന്ന്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം അങ്ങനെ നല്ല ഇടിയും മഴയും ഒക്കെ ഇന്നലെ അങ്ങനെ. അപ്പോൾ ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം മഴ ഇടി വന്നപ്പോൾ ഞാൻ ഫോണൊന്നും തൊടുവില്ല, എനിക്ക് പേടിയാണ്. അപ്പോൾ മിന്നലും ഇടിയൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ഫോണൊന്നും എടുക്കുക. അപ്പോൾ ഇന്നലെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ അതിന് മുന്നേ ഉണ്ട് കേട്ടോ വരുന്നത്. പിന്നെ 5 മണിയൊക്കെ ആയപ്പോഴാണ് മഴ തുടങ്ങിയത്. നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിന്. അപ്പം ജോമോൻ പോണ വീഡിയോ എന്ന് പറഞ്ഞ് തുടങ്ങിയതേനി. പക്ഷെ അവൻ പോണ സമയത്തൊക്കെ മഴയാണ് കേട്ടോ. അപ്പോൾ അവൻ പോണതൊന്നും വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പോണ സമയത്ത് മഴനോ അടത്തി കുഴപ്പമൊന്നുമില്ല അടത്തിട്ടോ. അപ്പോൾ അവൻ പോയി എനിക്ക് ആര് ഗൾഫ് പോകണ കാണുമ്പോഴും സങ്കടം കേട്ടോ. എന്താ അറിയില്ല. അപ്പോൾ ആദ്യം എൻ്റെ വാപ്പയൊക്കെ ഇങ്ങനെ ഗൾഫ് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ആങ്ങളമാർ പോകുമ്പോഴും എനിക്ക് സങ്കടം. പക്ഷേ ഇവൻ പോകുമ്പം പറഞ്ഞാൽ ആരും പിന്നെ അങ്ങനെ നൊലോളി തോന്നില്ല. അപ്പം പിന്നെ അങ്ങനെ അത്ര കുഴപ്പമില്ല. എന്നാലും എനിക്ക് എന്തോ ഒരു സങ്കടം കേട്ടോ. ഇനിയിപ്പോൾ ആര് വേറെ ഫോണിലൊക്കെ വീഡിയോ കാണുമല്ലോ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആരെങ്കിലും ഇങ്ങനെ ഗൾഫ് പോണ വീഡിയോ കാണാം. അപ്പം എനിക്ക് സങ്കടം വരും കേട്ടോ. എന്താ എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ ഈ ഗൾഫ് പോണേ. അതെനിക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ ഓൻ പോയി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓൻ പോണ സമയത്തൊക്കെ മഴ ഇടിമിന്നലൊക്കെ ആയിരുന്നു. പിന്നെ ഇന്നലെ അതന്നെ മഴ ഇടിമിന്നൽ. ഇപ്പോൾ ഇന്ന് കുഴപ്പമൊന്നുമില്ല, മഴയൊന്നുമില്ല. പക്ഷേ മൂടലാട്ടോ. എപ്പോഴോ രാവിലെ മുതലേ മൂടലാട്ടോ, തെളിവേ ഇല്ല. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആ വീഡിയോ എനിക്ക് ഫുള്ളാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ വീഡിയോൻ്റെ ബാക്കി എടുക്കണത് കേട്ടോ. അപ്പം പുണ്ണും ഇതൊക്കെ വന്നിട്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിയാഞ്ഞിട്ട് ഇപ്പം ഹോസ്പിറ്റലിലൊക്കെ പോയി കാണിച്ച് വരികയാണ്. ഹോസ്പിറ്റലിലൊക്കെ പോയി കാണിച്ച് ഐസമ്മോളെ കൊണ്ടുപോകാതെയായിട്ട് പോയി. ഐസമ്മോൾ ഉറങ്ങിയേനെ ഞങ്ങൾ പോകുമ്പോൾ. അപ്പോൾ ഓളവിടെ ആക്കി പോയി. എന്നിട്ട് ഓൾ ഉണർന്ന് ഭയങ്കര അലമ്പാക്കി നെലോളി വിളി. ഞങ്ങൾ വേഗം പോരല്ലോ എന്ന് കരുതി പോയതാണ്. ഹെൽത്ത് സെൻ്ററിൽ പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ നല്ല തിരക്ക്. അപ്പോൾ കുറച്ച് നേരം വൈകി.
അപ്പോൾ ഓള് നിലവിളിയും വിളിയൊക്കെ ഉണ്ടാക്കി. ഏതായാലും ഞങ്ങൾ വന്ന് ഓല് പോയിട്ടോ. ഞങ്ങൾ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബേബിയും കുട്ടികളും ഐസമോളൊക്കെ ബാവൻ്റെ കൂടെ പോയേക്കാട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ പെരയിൽ. അപ്പോൾ തറവാട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിനി. പിന്നെ വിചാരിച്ചു ഏതായാലും ബാങ്ക് കൊടുക്കാനൊക്കെ ആയി. എന്നാൽ പിന്നെ ഇവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ ഫുള്ളാക്കാം, ഇവിടെ നിൽക്കുകയും ചെയ്യാം. അങ്ങനെ കരുതിക്കാണ്ട് ഇവിടെ തന്നെ നിന്നതാട്ടോ. അപ്പോൾ പോയിട്ടില്ല, തറവാട്ട് പോയിട്ടില്ല. ഓലിപ്പോൾ വരുവേക്കാരം. ഓല് അവിടെ ബാവൻ്റെ അവിടെ പോയതാട്ടോ. അപ്പോൾ ഓലിപ്പോൾ വരുവേക്കാരം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ചിന്നു ഇവിടെ ഇല്ല. പിന്നെ ചിന്നുവിനും കൂട്ടിയിട്ട് ലാസ്റ്റ് വീഡിയോ എടുക്കാമെന്നൊക്കെ എനിക്ക് കരുതിയത്. പക്ഷേ പിന്നെ അങ്ങനെ പോണതും ഇതൊക്കെ അല്ലേ, അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ എൻ്റെ ഇമ്മയും വാപ്പി ഓലും ഇവിടെ ഉണ്ടായിനി ഓൻ പോണേനോട്. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഞങ്ങളൊപ്പമുള്ള വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ ചിന്നു ഇന്നലെ പോയിട്ടൊന്ന് വരാമെന്ന് പറഞ്ഞ് പോയതിന് ശേഷം വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് പുണ്ണാട്ട് എനിക്ക് നാവുമ്മലൊക്കെ എന്നിട്ട് ഭക്ഷണം ഒന്നും ഞാൻ ചോറൊന്നും തിന്നിട്ടില്ല കേട്ടോ. ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ട് ചോറും തിന്നിട്ടില്ല, എരിവുള്ളൊന്നും തിന്നാൻ കഴിയണില്ല. അപ്പോൾ പിന്നെ ചോറൊന്നും തിന്നിട്ടില്ല. ചായ കുടിച്ചിപ്പോൾ ഹോസ്പിറ്റലിൽ അണിച്ചാൽ പോയപ്പോൾ ചായ കുടിച്ച് പിന്നെ അത് പറഞ്ഞപ്പോഴാട്ടോ ഇന്നലെ എനിക്ക് നല്ലൊരു പണി കിട്ടി. കണ്ണിനുണ്ടോ മുറിയായത്. ഐസമോൾ ഫോൺ കൊണ്ട് എറിഞ്ഞതാട്ടോ. ഫോൺ കൊണ്ട് ഒറ്റ എറ്. ഓള് കളിപ്പിച്ച് കണ്ണിനായിട്ട് എറിഞ്ഞല്ല, ഓളെന്തോ ഓളെ ഫോട്ടോ കാണാൻ എൻ്റെ ഇടയിൽ പോയി എറിഞ്ഞാണ്ട് ഫോണാണ്ട് എറിഞ്ഞത്. അത് നേരെ എൻ്റെ ഇങ്ങോട്ടായിട്ട് വീണു. ഇവിടെ ഒരു മുറിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല വേദന ഉണ്ട് ഇപ്പോൾ അതിൽ. ഇവിടെ ഇങ്ങനെ ഒന്നും ആയിട്ടൊന്നും ഇല്ലേക്കും. ഞാൻ വിചാരിച്ചു എൻ്റെ കണ്ണ് തന്നെ അടിച്ച് പോയിന്ന്. ഏതായാലും പഠിച്ചോൻ കാത്ത് കണ്ണടിച്ച് പോയിട്ടൊന്നുമില്ല, കണ്ണിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ നല്ല വേദന കേട്ടോ, തൊടയില്ല. അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഫുള്ളാക്കാനേ പറ്റിയില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഓരോന്നായിട്ട് വീഡിയോ ഫുള്ളാക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പം പറഞ്ഞാൽ കുറച്ച് ദിവസം വീഡിയോ എടുക്കാത്തതിനോട് വീഡിയോ എടുക്കുമ്പോൾ തന്നെ എന്തൊക്കെ ഒരു എന്താ പറയണ്ടേന്ന് അറിയില്ല. പിന്നെ അതെല്ലാം എന്തൊക്കെ ഒരു മടി അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാണിപ്പോൾ. അപ്പം പിന്നെ വീഡിയോ എടുക്കാനൊരു ഇതില്ല. പിന്നെ ആരെങ്കിലും ഒപ്പം ഉണ്ടാകുമ്പോൾ പിന്നെ ഇങ്ങനെ രസമല്ലേ. അപ്പോൾ അങ്ങനെ എന്തൊക്കെ ഒരു ഇതാണ് ഇപ്പം എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യേണ്ടി, ഷെയർ ചെയ്യേണ്ടി, ലൈക്ക് ചെയ്യേണ്ടി, വീഡിയോ ഒക്കെ കാണുന്നവരൊക്കെ കേട്ടോ കമൻറ്റൊക്കെ ഇടേണ്ടി. അപ്പോൾ സപ്പോർട്ട് ചെയ്തൊന്ന് വിജയിപ്പിച്ച് തരേണ്ടി. അപ്പം പിന്നെന്താ, അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ. അപ്പം ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ 10 ദിവസമായി. ഞാൻ സൽക്കാരത്തിന് വന്നതിന് പിന്നെ പോയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ജോമോൻ്റെ പോക്കൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ പോയിട്ടില്ല. ഞാൻ എന്നാ പോകണമെന്ന് അറിയില്ല കേട്ടോ. എൻ്റെ അത് എന്നാ പോകണേ എപ്പോഴാണ് വരിക എന്നൊന്നും അറിയില്ല. എൻ്റെ വരവും പോക്കോട്ടോ പെട്ടെന്നായിരിക്കും പോകലും വരലൊക്കെ. അപ്പോൾ ചിലപ്പോൾ ഞാൻ നാളെ തന്നെ വരും, എന്നോട് നാളെ പോകാമെന്നൊക്കെ പറയും. പക്ഷേ പിന്നെ ചിലപ്പോൾ അന്നാക്കി തരൂല. അങ്ങനെയൊക്കെയാണ് എൻ്റേത് കേട്ടോ. പിന്നെ ഐസമോൾ അറിയും ഇവിടെ നിൽക്കാമെന്ന് അറിയും. ഓക്ക് ഇവിടെയാണല്ലോ എല്ലാവരും ഉള്ളത്, കളിച്ചാനൊക്കെ ആളുകൾ. എൻ്റെ അവിടെ പോയാൽ പിന്നെ ഓൾ ഒറ്റക്കല്ലേ. അപ്പോൾ ഓൾ ഇവിടെ നിൽക്കാമെന്നൊക്കെ പറയും. പിന്നെ അത് പറഞ്ഞപ്പോഴാട്ടോ എവിടെ തിരിഞ്ഞാലും ഇപ്പം എന്താ മസ്കാബന്നോ എന്തോ സംഭവം ഉണ്ടല്ലോ ഇൻസ്റ്റഗ്രാമിൽ വൈറലായി, അതാണ് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ആഗ്രഹം ഒന്ന് ഉണ്ടാക്കി വെക്കാൻ. പക്ഷേ സാധനം കിട്ടിയിട്ട് ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അള്ളാ. എനിക്കത് കണ്ടപ്പം ഒരാഗ്രഹം ഉണ്ടാക്കി വെക്കാൻ. സിമ്പിളല്ലേ, ഒരു പണിയില്ല, ബട്ടറും മിൽക്ക് മെയ്ഡും ഇതും എല്ലാം ഉള്ളൂ. അപ്പോൾ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഉണ്ടാക്കി വെക്കാനൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഉണ്ടാക്കുമെന്ന് അറിയില്ല, ചിലപ്പോൾ ഞാനങ്ങനെ ആഗ്രഹിക്കണതൊന്നും. പിന്നെ എൻ്റെ ഒരു സംഭവമാണ് കേട്ടോ അത്. എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ എന്താഗ്രഹിച്ചോ അത് നടക്കൂല. അതെന്താ അങ്ങനെ എനിക്കറിയില്ല, പക്ഷെ നടക്കൂ എന്നറിയും. എൻ്റെ ആഗ്രഹമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നമുക്കൊരു പൂതി ഉണ്ടാവില്ലേ, ആ പൂതിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെത് നടക്കുക. അതെന്താ അങ്ങനെ എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ചെറുപ്പം മുതലേ അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ കിട്ടണം എന്നിങ്ങനെ ആഗ്രഹിക്കൂല, പക്ഷെ അത് കിട്ടൂല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് കിട്ടാൻ എനിക്കൊക്കെ കിട്ടിയിരിക്കണം കേട്ടോ. അങ്ങനെ തീരെ കിട്ടിയില്ല എന്നല്ല, കിട്ടാൻ എനിക്കൊക്കെ കിട്ടും. പക്ഷെ അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേക്കാരം കിട്ടുക. അതെന്താണ് ആവലെ, എനിക്ക് മാത്രമാണോ അങ്ങനെ, അതെല്ലാവർക്കും അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല. എനിക്കങ്ങനെയാണ് കേട്ടോ. എനിക്ക് കിട്ടുക. ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലതും എനിക്കങ്ങനെ കിട്ടലൊക്കെ ഉണ്ട്, മാഷാ അല്ലാ, നടക്കലൊക്കെ ഉണ്ട്. പക്ഷേ ചിലപ്പോൾ ഞാൻ പൂതി വെക്കുന്ന ആ ടൈമിൽ എന്നെ നടന്നോണമെന്നില്ല, എന്നാലും അൽഹംദുലില്ലാ നടക്കലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ്. നിങ്ങളതൊക്കെ എങ്ങനെയാണ് കമൻറ്റ് ഇടേണ്ട കേട്ടോ. അപ്പം
ഞാൻ വൈൻഡപ്പ് ചെയ്യണം. കാരണം ഒറ്റക്കല്ലേ, പിന്നെ എന്തോ ഒറ്റക്കായതുകൊണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി വീഡിയോ എടുക്കാൻ, ഞാൻ എന്നോ എടുത്ത വീഡിയോ അല്ലേ, അപ്പോൾ അതിൻ്റെ ബാക്കി കൊടുക്കാൻ തോന്നിയതിനോടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റ ബൈ ബൈ.